ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ ഒരിടത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തേക്കാൾ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലാണ് ഉള്ളത്. ഈ കാണുന്ന വീട്, അതായത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന വീടാണ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് ഈ കേസിൽ ഇപ്പോൾ, അതായത് കോട്ടയത്ത് നിന്ന് കാണാതായി ജൈനമ്മ എന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തി നിൽക്കുന്നത്. ഈ പുരയിടത്തിൽ നിന്നാണ് ഇവരുടെ മൃതദേഹാവശിഷ്ടം, ജൈനമ്മയുടെ ഒന്നും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ മൃതദേഹാവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. എന്താണ് ഈ വീട്, ഇവിടുത്തെ സാഹചര്യം എന്താണ് എന്നൊക്കെ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ധന്യ നമ്മളോട് വ്യക്തമാക്കുകയാണ്. അതിന് ഇവിടുത്തെ ഒരു പശ്ചാത്തലം എന്താണ്? ഇവിടെ ഒരു വലിയൊരു ക്രിസ്ത്യൻ ഫാമിലി തന്നെയാണ് ഇവര്. ചെങ്ങത്തറ എന്നാണ് അവരുടെ വീട്ടുപേര്. പാലക്കാട്ടെന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇവർ 5 മക്കളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഉള്ളതിൽ 2 ആൺമക്കളും 3 സഹോദരിമാരുമാണ്. അപ്പം പിന്നെ ഇവരിൽ ഇളയാളായ ക്ലെമന്റ് എന്ന് പറയുന്ന ആള് ഇടയ്ക്ക് ഒരു വർഷത്തിൽ പകുതി ഭാഗം നാട്ടിലും ഒരു ഭാഗം വൈഫിൻ്റെയും മക്കളുടെയും കൂടെ ന്യൂസിലൻഡിലുമാണ്. അപ്പം ഈ കഴിഞ്ഞ നവംബർ 4 വരെ ക്ലെമന്റ് എന്ന് പറയുന്ന ആൾ ഇവിടെ സ്ഥിരമായിട്ടുണ്ടായിരുന്നു, താമസം ഉണ്ടായിരുന്നു. എന്നാൽ നവംബറിൽ പുള്ളി പോയതിന് ശേഷം ഈ വീട്ടിൽ ആരും താമസമില്ല. പിന്നെ ഈ ചേട്ടനായ സെബാസ്റ്റ്യൻ ഇടയ്ക്ക് വന്ന് പകൽ സമയങ്ങളിൽ വന്ന് ഇവിടെ കൂട്ടുകാരുമായിട്ട് മദ്യപിക്കാറുണ്ടെന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം കൂട്ടുകാരെ വിളിച്ചുകൊണ്ടൊന്ന് മദ്യപിച്ച് വൈകുന്നേരം തിരിച്ച് ഏറ്റുമാനൂർക്ക് പോകുന്നതായിട്ടാണ് അറിവ്. രാത്രി വരാറുണ്ട്. അത് തീർച്ചയായും ഉണ്ട്, ഞാൻ കാണാറുമുണ്ട്. വഴിയിലൊക്കെ പുള്ളിയെ കാണാറുണ്ട്. ഇടയ്ക്ക് മിക്കവാറും ദിവസങ്ങളിലൊക്കെ വരാറുണ്ട്. പിന്നെ കഴിഞ്ഞിടയ്ക്ക് തെങ്ങ് കയറിക്കാനൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്നു എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. ഈ പുരയുടെ ആരുടെ ഉടമസ്ഥയിലാണ്? സെബാസ്റ്റ്യന്റെ ഉടമസ്ഥയിലാണോ? അല്ല, ഇവരുടെ അപ്പന്റെ ഉടമസ്ഥതയിലാണ്. ഒരു 2.25 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ ഒരു വീട് നിൽക്കുന്നത്. അപ്പം ഇതിൽ കഴിഞ്ഞിടയ്ക്ക് ഇവരുടെ വസ്തു ഭാഗം വയ്ക്കലുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സഹോദരിമാർക്ക് വീതം കൊടുക്കാനായിട്ടൊന്നും സെബാസ്റ്റ്യൻ തയ്യാറായിരുന്നില്ല. അതേ ചൊല്ലി കഴിഞ്ഞിടയ്ക്ക് ഒരു പ്രശ്നമുണ്ടായി. പിന്നെ അതുകൂടാതെ ഞാനിവിടെ ഒരു പുതിയ റോഡ് അപ്പുറം കൂടി ഇട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ സ്ഥലത്തുകൂടിയാണോ എന്നുള്ളൊരു സംശയം വന്നതുകൊണ്ട് ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഇവർ എന്നെ വിളിച്ചിരുന്നു. ഇവരെല്ലാവരും കൂടി വന്ന സമയത്ത് വന്നു. അപ്പോൾ അത് അവരുടെ സ്ഥലത്ത് കയറിയല്ല നമ്മൾ റോഡ് ഇട്ടേക്കുന്നത്. അപ്പം അതിന് ശേഷം പിന്നെ ഇവര് എങ്ങനെയായിരുന്നു ആ ഒരു സംഭവത്തിലൊക്കെ ഒരു സെബാസ്റ്റ്യന്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു? പുള്ളിയാണ് കൂടുതൽ ദേഷ്യപ്പെട്ടത്. അതായത് അവരുടെ സ്ഥലത്ത് കയ്യേറി എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് വസ്തുവിനോട് അല്ലെങ്കിൽ സ്ഥലത്തിനോടുള്ളൊരു അത്യാഗ്രഹത്തിന്റെ ഇതുകൊണ്ടായിരിക്കും. കാരണം നമ്മൾ അതിനകത്ത് ആ സ്ഥലത്ത് കയ്യേറിയിട്ടില്ല. അപ്പുറത്ത് തന്നെ ഉള്ള ഉടമസ്ഥയിലുള്ള വിലയ്ക്ക് വാങ്ങിച്ചത് ആയിട്ടുള്ള സ്ഥലത്തൂടെയാണ് റോഡ് ഇട്ടിരിക്കുന്നത്. അപ്പം പുള്ളിക്ക് വസ്തുവിൽ കയറുക എന്നുള്ളൊരു സംശയം വന്നു. ഞാനിവിടെ വന്നു സ്ഥിരീകരിച്ച് അതിർത്തി കുറ്റികൾ നോക്കി പുള്ളിയെ തൃപ്തിപ്പെടുത്തി. അതായത് കാരണം ആ ഒരു രീതിയിൽ പുള്ളിക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്ത് കൊടുത്ത് അവരെ സഹോദരങ്ങളെയും കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് ആ പ്രശ്നം സോൾവ് ചെയ്ത് പോയത്. പിന്നെ ഈ ബിന്ദു തിരോധാന കേസ് വന്ന സമയത്തും ഈ സെബാസ്റ്റ്യൻ അതിനകത്ത് പ്രതികൾക്കപ്പെടുകയൊക്കെ ചെയ്തില്ലേ? അന്ന് ഈ നാട്ടിലൊക്കെ ഉള്ള ഒരു ചർച്ചയും അയാളുടെ ഒരു ഇടപെടലും ഒക്കെ എങ്ങനെയായിരുന്നു? ബിന്ദു തിരോധാനമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി കുറച്ചുനാൾ ജയിലില് ദിവസമൊക്കെ അത് കഴിഞ്ഞ് പിന്നെ ജാമ്യത്തിലിറങ്ങി. അതിനുശേഷം ഇവിടെ വന്ന് പുറത്ത് ഒത്തിരി ആൾക്കാരുമായിട്ട് മിംഗ്ലിംഗ് ഒന്നും ഇല്ല. ഇവിടെ വന്നു മദ്യപിക്കുന്നു, തിരിച്ചു പോകുന്നു. അല്ലാതെ ഇവിടെ ഇത്രയും വലിയൊരു സ്ഥലമായതുകൊണ്ട് തൊട്ട അയൽവാസികൾ പോലും എന്നോടൊരു പരാതിയായിട്ടൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ശരിക്കും ഈ കോമ്പൗണ്ടിന് ചുറ്റും വീടുകളൊക്കെ ഉണ്ടോ? ഇത്രയും വലിയ 5 ഏക്കറോളം ഉണ്ടല്ലേ? 2.25 ഏക്കർ അല്ലേ ആണ്. പിന്നെ തൊട്ടടുത്ത് കിഴക്കേ സൈഡില് 1-2 വീടുകളുണ്ട്. എന്നാലും അവരാരും വലിയ പരാതികളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ ഈ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന സ്ഥലത്തു നിന്നാണല്ലോ ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുള്ളത്. ശരിക്കും നാട്ടുകാർ നിങ്ങൾ ഞെട്ടി? തീർച്ചയായും ഞെട്ടി. കാരണം ഇവിടെ പലപ്പോഴും പോലീസ് വന്ന് പരിശോധന നടത്താറുണ്ടെങ്കിലും അങ്ങനെ വ്യക്തമായിട്ടൊന്നും കിട്ടാറില്ല. അപ്പൊ ഇന്നലെയും ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തു സാധാരണ പോലെ വരും പോലെയുള്ള രീതിയാണെന്ന് ഓർത്തായിരുന്നു. പക്ഷെ അവരെ വ്യക്തമായ തെളിവുകളോടുകൂടി തന്നെയാണ് ഇവിടെ എത്തിയത്. ഫോറൻസിക് വിഭാഗം, ക്രൈംബ്രാഞ്ച്, കോട്ടയം, ആലപ്പുഴ ടീം ഉണ്ടായിരുന്നു. ഇതിന്റെ മറ്റു പ്രൊസീജിയറിലേക്ക് പോലീസ് പോകുന്ന സമയത്ത് വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഫുൾ ടൈം ഞാൻ നടന്നിരുന്നു. ഇവിടെ അവര് അകത്ത് മൊത്തം പരിശോധന എല്ലാം നടത്തിയിരുന്നു. പിന്നെ ഈ കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. ഇവിടെ സ്വീകരണ മുറിയില് ഭിത്തിയില് ചെറിയ ചെറിയ തുള്ളി പാടുകളായിട്ട് കണ്ടതായിട്ട് എന്നെ സാക്ഷ്യപ്പെടുത്തി. അവര് എന്നെ അകത്ത് വാർഡ് മെമ്പർ എന്തായാലും നിൽക്കണമല്ലോ. അതെ. അപ്പൊ അതെന്നെ കാണിച്ചു തന്നു. അത് ഫോറൻസിക് വിഭാഗം അവര് പറയുന്നത് ബ്ലഡ് തന്നെയാണെന്നുള്ളത് അവര് ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെ അതിന് എന്തോ 2 ആയുധങ്ങള്, കത്തിയോ വാക്കത്തിയോ ഇതൊക്കെ ആയിട്ട് അവര് അത് കൊണ്ടുപോയായിരുന്നു.
അതാണോ എന്നറിയില്ല, എങ്കിലും അവരത് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ആയുധങ്ങള് 2 എണ്ണം കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അല്ല, ഷർട്ടില് ചെളിയായിരുന്നു എന്നാ പറഞ്ഞത്. ഷർട്ട് ഒരെണ്ണം കിട്ടി, പക്ഷെ അതിനകത്ത് ഇല്ലായിരുന്നു, ബ്ലഡ് അല്ലാതെ ചെളിയായിരുന്നു എന്നുള്ള രീതിയിലാണ് പോലീസുകാർ അവസാനം പറഞ്ഞത്. ഇന്നലെ രാത്രി ഏകദേശം ഒരു 1:30 കൂടിയാണ് ഇവിടുന്ന് വെളുപ്പിന്. വീടിനകത്ത് വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ടോ അല്ലെ? ഒരാളുടെ രക്തം വരത്തക്ക രീതിയിൽ ഉണ്ടാകുമായിരിക്കും. കാരണം അത് പോലീസിനെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഈ സ്പോട്ടിലേക്ക് അന്വേഷണ സംഘം എത്തുമ്പോൾ ഇവിടെ അവര് നേരെ ഈ സ്പോട്ടിലേക്ക് തന്നെ എത്തുമായിരുന്നു? അല്ല, ഇവര് വീടിനകത്ത് ഒത്തിരി പരിശോധനകൾ നടത്തി. ഇന്നലെ ഏകദേശം ഒരു 2-2:30 കൂടിയാണ് പോലീസുകാർ ഇവിടെ എത്തിയത്. അതിനുശേഷം ഈ പറമ്പുകളിൽ മുഴുവനും ഇവര് സെർച്ച് ചെയ്തായിരുന്നു. കാരണം എന്തൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് എല്ലാ പറമ്പ് ചുറ്റിനും നടന്ന് അങ്ങനെയാണ് ആ ഒരു സ്ഥലം പെട്ടെന്ന് ഒരു തീ കത്തുന്നതായിട്ട് കണ്ടു. തീ കത്തിയതായിട്ട് കണ്ടു. അതിന്റെ മേളില് ഒരു അസ്ഥിയുടെ ഒരു കഷ്ണം മുകളിൽ കിടക്കുന്നത് കണ്ടു. പിന്നെ അതിന്റെ മേളിൽ ഒരു പഴകിയ ഓല ഇഷ്ടം പോലെ ഇട്ട് മൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഓല മാറ്റി നോക്കി ഇങ്ങനെ എടുത്തപ്പോഴാണ് ചെറിയ അസ്ഥികളുടെ കഷ്ണങ്ങൾ ഒരു 106ഓളം പീസ് അവർ കഷ്ണങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പൊടിഞ്ഞ അവസ്ഥയിൽ കത്തിച്ചതാണ്. അതിന്റെ ഒരു 100 മില്ലിയോളം ഇന്ധനം, ഡീസലാണെന്ന് തോന്നുന്നു, അതൊരു കുപ്പിയിൽ കിട്ടിയിട്ടുണ്ട്. അത് എവിടുന്നാ കിട്ടിയത്? അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു 100 മീറ്റർ ഇല്ല, പെട്ടെന്ന് അത് വലിച്ചെറിഞ്ഞതായിട്ടുള്ള കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത്തരം എവിഡൻസ് എല്ലാം പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. നിലവിലത്തെ സാഹചര്യത്തിൽ ഇതിനകത്ത് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പോലീസ്, കാരണം ഈ ബിന്ദു കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എപ്പോഴും പരിശോധിക്കും. അതുമല്ല, ഈ കഴിഞ്ഞ ഡിസംബറോട് കൂടിയാണ് ജൈനമ്മ എന്ന് പറഞ്ഞ സ്ത്രീയെ ഏറ്റുമാനൂരിൽ കാണാതായത്. അപ്പൊ അതിനുശേഷം ഏറ്റുമാനൂർ പോലീസുകാര് ഇവിടെ നിരന്തരം ഈ പള്ളിപ്പുറമായിട്ട്, കാരണം ഫോണിന്റെ ടവർ ലൊക്കേഷൻ ഒക്കെ പള്ളിപ്പുറം കാണിച്ചതുകൊണ്ട് നിരന്തരം പള്ളിപ്പുറമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എല്ലായിടത്തും തന്നെ പോലീസ് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിയുടെ ഫോണിലാണെങ്കിലും ഇപ്പം സെബാസ്റ്റ്യന്റെ കയ്യിലുള്ള ഫോണും ഒക്കെ ഇവര് റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നല്ലേ. അപ്പം വ്യക്തമായിട്ട് സെബാസ്റ്റ്യന്റെ കുടുംബമൊന്നുമില്ലേ? ഉണ്ട്. സെബാസ്റ്റ്യൻ ഏകദേശം ഒരു പ്രായമായി കഴിഞ്ഞാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഒരു 50 വയസ്സിന് മേളിലായിരുന്നപ്പോഴാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അത് ഏറ്റുമാനൂരിൽ നിന്നൊരു സ്ത്രീയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഒരു 5 വയസ്സുള്ളൊരു കുട്ടിയും ഉണ്ട്. അപ്പൊ ഈ ഏറ്റുമാനൂര് അങ്ങനെ ഈ വൈഫിന്റെ വീട്ടിനടുത്തുള്ള സ്ത്രീയാണ് ഈ ജൈനമ്മ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇവരെ അടുത്തടുത്തായതുകൊണ്ട് ഈ ജൈനമ്മ സെബാസ്റ്റ്യന്റെ സ്വഭാവം വെച്ച് ഇങ്ങനെ സ്ത്രീകളെ ഇത് ചെയ്ത് അവരുടെ സ്വത്ത് തട്ടിയെടുക്കുക എന്നുള്ളൊരു ഇത് പുള്ളിക്കുള്ളതായിട്ട്. കാരണം ഈ ബിന്ദു പത്മനാഭന്റെ കേസിലും ഇതുപോലെ തന്നെ വ്യാജ പ്രമാണങ്ങളൊക്കെ ഉണ്ടാക്കി അവരുടെ സ്വത്ത് കൈക്കലാക്കി എന്നുള്ളതാണ് നമുക്ക്. അന്ന് ഞാൻ ബിന്ദുവിന് ഒരു പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഇപ്പം സംശയം തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ ഇങ്ങനെ ഒരു കിട്ടിയ സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ അതുപോലെ ദുരൂഹതകൾ നമുക്കും തോന്നുന്നുണ്ട്. ഈ കോമ്പൗണ്ട് മൊത്തത്തിലൊരു ദുരൂഹതയായി മാറിയല്ലേ ഇപ്പൊ? അപ്പൊ അത് പതിവായിട്ട് ആളുകളൊന്നും വരുന്ന സ്ഥലമല്ല. ഇല്ല, അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ഗേറ്റ് വെച്ച് പൂട്ടിയിരിക്കുവാണ്. അപ്പൊ നമുക്ക് തുറന്നിടാറില്ലല്ലോ, പിന്നെ ആൾക്കാർ ഇതിലെ കൂടി വരാറില്ല. പിന്നെ ഈ പറമ്പിലൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് ആരും അങ്ങനെ വരാറില്ല. പുള്ളി വരുമ്പോൾ മാത്രമാണ്. അതാണ് ഇന്നലെ പോലീസ് ഈ സംഭവം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ്, പ്രത്യേകിച്ച് സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ച് ഇവിടെ എത്തുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന വാർഡ് മെമ്പറാണ്. അവരാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. അകത്ത് നിന്ന് ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മൃതദേഹം മറവ് ചെയ്തു എന്ന് കരുതുന്ന സ്ഥലത്ത് ഓല വെച്ച് മൂടിയ അവസ്ഥയിലായിരുന്നു. അതിനടിയിൽ നിന്നാണ് കത്തിച്ച നിലയിൽ കണ്ടെത്തിയുള്ള ഇന്ധനവും തൊട്ടടുത്ത് നിന്ന് ഇന്ധനവും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്.